ഒരു അടിപൊളി വാട്ടർഫാൾസ് കൂടി കണ്ടിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ വട്ടവടയുടെ ഒറിജിനൽ ഫേസ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, അതിനേക്കാളും അപ്പുറത്ത് ഭംഗിയുള്ളൊരു സ്ഥലം. അതുപോലെ എന്താ പറയുക, ഒരുപാട് ആയിട്ടുള്ള മനുഷ്യന്മാർ, ആയിട്ടുള്ള ജീവിതങ്ങൾ, ഒരു ആഡംബരവും വെച്ചുകെട്ടലും ഇല്ലാത്ത, എന്താ പറയുക, അത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലവും ആൾക്കാരും കാര്യങ്ങളുണ്ട്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം കേരളത്തിൽ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അത്രയ്ക്ക് ഒരാൾ മസ്റ്റായിട്ട് പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് വട്ടവടയെന്ന് ഞാൻ ഫോർ ഷുവർ പറയും. പിന്നെ നമുക്ക് സ്ട്രോബെറി മേളിൽ നിന്ന് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലത്ത് സ്ട്രോബെറി കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഫ്രഷ് സ്ട്രോബെറി ഇരിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാമൊക്കെ ഉണ്ട്. 150 രൂപയാണ് ഒരു സ്ട്രോബെറിക്ക്. ഫോണിൽ പൈസ ഉള്ള ആളുടെ ഫോണിൽ ബാറ്ററി തീർന്ന്, എൻ്റെ അതിലാണെങ്കിൽ പൈസ ഇല്ല, അതുകൊണ്ട് മേടിച്ചില്ല കേട്ടോ. മേടിക്കാൻ പോയി ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്യാൻ സ്കാനർ ഓൺ ചെയ്തതും ഫോൺ സ്വിച്ച് ഓഫ് ആയി, ചാർജില്ലാണ്ട്. പിന്നെ അടുത്തുള്ളൊരു ഹണി മ്യൂസിയമാണ്. ഞാൻ ഹണി മ്യൂസിയത്തിൻ്റെ അകത്തോട്ടൊന്നും കയറിയില്ല. പുറത്ത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹണികൾ ഇങ്ങനെ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ അങ്ങ് പോവുകയാണ്.